ഹായ് ഗേസ്, സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ? ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. Today we are going to learn railway station related questions and answers. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോവേണ്ടി വരാറുണ്ട് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നമ്മളിപ്പോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് എന്തായിരിക്കും? നമ്മുടെ ട്രെയിൻ എപ്പോൾ പുറപ്പെടും എന്നാണല്ലോ. നമ്മുടെ ട്രെയിൻ എപ്പോൾ പുറപ്പെടും. ഇതെങ്ങനെയാ നമ്മൾ ചോദിക്കുക? വാട്ട് ടൈം ഡസ് ദ നെക്സ്റ്റ് ട്രെയിൻ ടു കാലിക്കറ്റ് ലീവ്? വാട്ട് ടൈം ഡസ് ദ നെക്സ്റ്റ് ട്രെയിൻ ടു കാലിക്കറ്റ് ലീവ്? കോഴിക്കോട്ടേക്കുള്ള അടുത്ത ട്രെയിൻ എപ്പോൾ പുറപ്പെടും? വാട്ട് ടൈം ഡസ് ദ നെക്സ്റ്റ് ട്രെയിൻ ടു കാലിക്കറ്റ് ലീവ്? അതിന്റെ ആൻസർ എന്തായിരിക്കും? ആൻസർ എങ്ങനെയാ നമ്മൾ പറയാ? ദ നെക്സ്റ്റ് ട്രെയിൻ ടു കാലിക്കറ്റ് ലീവ്സ് അറ്റ് 10 PM. ദ നെക്സ്റ്റ് ട്രെയിൻ ടു കാലിക്കറ്റ് ലീവ്സ് അറ്റ് 10 PM. കോഴിക്കോട്ടേക്കുള്ള അടുത്ത ട്രെയിൻ 10 മണിക്ക് പുറപ്പെടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് നമുക്കിപ്പോ ട്രെയിനിൽ യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് പോകേണ്ട ഏരിയക്കുള്ള ടിക്കറ്റ് എടുക്കണമല്ലോ. അപ്പൊ ഈ ടിക്കറ്റ് എവിടെ നിന്ന് വാങ്ങാന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. വെർ ക്യാൻ ഐ ബൈ എ ടിക്കറ്റ് ഫോർ കാലിക്കറ്റ്? വെർ ക്യാൻ ഐ ബൈ എ ടിക്കറ്റ് ഫോർ കാലിക്കറ്റ്? കോഴിക്കോട്ടേക്ക് എനിക്ക് എവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങാം? കോഴിക്കോട്ടേക്ക് എനിക്ക് എവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങാം? വെർ ക്യാൻ ഐ ബൈ എ ടിക്കറ്റ് ഫോർ കാലിക്കറ്റ്? വെർ ക്യാൻ ഐ ബൈ എ ടിക്കറ്റ് ഫോർ കാലിക്കറ്റ്? അതിന്റെ ആൻസർ എങ്ങനെയാ നമ്മൾ പറയാ? യു ക്യാൻ ബൈ എ ടിക്കറ്റ് അറ്റ് ദി ടിക്കറ്റ് കൗണ്ടർ ഓവർ ദർ. യു ക്യാൻ ബൈ എ ടിക്കറ്റ് അറ്റ് ദി ടിക്കറ്റ് കൗണ്ടർ ഓവർ ദർ. നിങ്ങൾക്ക് അവിടെയുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വാങ്ങാം. നിങ്ങൾക്ക് അവിടെയുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വാങ്ങാം. യു ക്യാൻ ബൈ എ ടിക്കറ്റ് അറ്റ് ദി ടിക്കറ്റ് കൗണ്ടർ ഓവർ ദർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇനിയിപ്പോ നമുക്ക് അടുത്ത അറിയേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താവും? കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നാവൂലേ? നമുക്ക് പോവാനുള്ള ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെടുന്നതെന്നാണ്. അപ്പൊ അതെങ്ങനെ ചോദിക്കാം? വിച്ച് പ്ലാറ്റ്ഫോം ഈസ് ദ ട്രെയിൻ ടു കാലിക്കറ്റ് ഡിപ്പാർട്ടിംഗ് ഫ്രം? വിച്ച് പ്ലാറ്റ്ഫോം ഈസ് ദ ട്രെയിൻ ടു കാലിക്കറ്റ് ഡിപ്പാർട്ടിംഗ് ഫ്രം? കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെടുന്നത്? കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെടുന്നത്? വിച്ച് പ്ലാറ്റ്ഫോം ഈസ് ദ ട്രെയിൻ ടു കാലിക്കറ്റ് ഡിപ്പാർട്ടിംഗ് ഫ്രം? അതിനൊരു ആൻസർ എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുക? ദ ട്രെയിൻ ടു കാലിക്കറ്റ് ഈസ് ഡിപ്പാർട്ടിംഗ് ഫ്രം പ്ലാറ്റ്ഫോം നമ്പർ 2. The train to Calicut is departing from platform number 2. കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെടുന്നത്. കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെടുന്നത്. The train to Calicut is departing from platform number 2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തിയ നമ്മൾ പിന്നെ തിരക്കുന്ന ഒരു കാര്യം എന്താണ്? വെയിറ്റിംഗ് റൂം എവിടെയാണെന്നല്ലേ? നമുക്കൊന്ന് ഫ്രഷ് ആവാനും ഒന്ന് റെസ്റ്റ് എടുക്കാനും നമുക്ക് വെയിറ്റിംഗ് റൂം എവിടെയാണെന്ന് അറിയണം. അതെങ്ങനെ ചോദിക്കാം? വേർ ഈസ് ദ വെയിറ്റിംഗ് റൂം? വേർ ഈസ് ദ വെയിറ്റിംഗ് റൂം? വെയിറ്റിംഗ് റൂം എവിടെയാണ്? വെയിറ്റിംഗ് റൂം എവിടെയാണ്? വേർ ഈസ് ദ വെയിറ്റിംഗ് റൂം? അപ്പൊ അതിനൊരു ആൻസർ എങ്ങനെയാ പറയാ? ദ വെയിറ്റിംഗ് റൂം ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി സെക്കൻഡ് ഫ്ലോർ. ദ വെയിറ്റിംഗ് റൂം ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി സെക്കൻഡ് ഫ്ലോർ. വെയിറ്റിംഗ് റൂം എവിടെയാണ്? 2-ാം നിലയിലാണ്. ഇപ്പൊ എന്താണ്? കാത്തിരിപ്പ് മുറി 2-ാം നിലയിലാണ്. ദ വെയിറ്റിംഗ് റൂം ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി സെക്കൻഡ് ഫ്ലോർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ലഗേജസ് ഉണ്ടാവൂലേ? അപ്പൊ ഇതൊക്കെ എവിടെ സൂക്ഷിക്കാന്ന് നമുക്ക് അറിയണം. അപ്പൊ അതെങ്ങനെയാ ചോദിക്കുക? വേർ ക്യാൻ ഐ സ്റ്റോർ മൈ ലഗേജ്? വേർ ക്യാൻ ഐ സ്റ്റോർ മൈ ലഗേജ്? എന്റെ ലഗേജ് എവിടെ സൂക്ഷിക്കാം? എന്റെ ലഗേജ് എവിടെ സൂക്ഷിക്കാം? വേർ ക്യാൻ ഐ സ്റ്റോർ മൈ ലഗേജ്? അതിന്റെ ആൻസർ നോക്കാം. ദർ ഇസ് എ ലഗേജ് സ്റ്റോർ ഫെസിലിറ്റി നിയർ ദ മെയിൻ എൻട്രൻസ് നെക്സ്റ്റ് ടു ദി ടിക്കറ്റ് കൗണ്ടർ.
There is a luggage store facility near the main entrance next to the ticket counter. ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് പ്രധാന കവാടത്തിന് സമീപം ലഗേജ് സ്റ്റോർ സൗകര്യമുണ്ട്. ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് പ്രധാന കവാടത്തിന് സമീപം ലഗേജ് സ്റ്റോർ സൗകര്യമുണ്ട്. There is a luggage store facility near the main entrance next to the ticket counter. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്റെ ട്രെയിൻ കണ്ടെത്താൻ എന്നെ സഹായിക്കാമോ? എന്റെ ട്രെയിൻ കണ്ടെത്താൻ എന്നെ സഹായിക്കാമോ? ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? Can you help me find my train? Can you help me find my train? എന്റെ ട്രെയിൻ കണ്ടെത്താൻ എന്നെ സഹായിക്കാമോ? Can you help me find my train? അതിനെങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം? Sure, please tell me your train number or destination and I can guide you. Sure, please tell me your train number or destination and I can guide you. തീർച്ചയായും ദയവായി നിങ്ങളുടെ ട്രെയിൻ നമ്പറോ ലക്ഷ്യസ്ഥാനമോ എന്നോട് പറയൂ, എനിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാനാകും, നയിക്കാനാകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എനിക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് സെക്യൂരിറ്റി എവിടെ കണ്ടെത്താനാകും? അതായത് ദാറ്റ് മീൻസ് സുരക്ഷ. എനിക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് എവിടെ സെക്യൂരിറ്റി കണ്ടെത്താനാകും? എങ്ങനെ ചോദിക്കുക? Where can I find security if I need help? Where can I find security if I need help? അതിന് നമുക്ക് എങ്ങനെ ആൻസർ പറയാം? There is a security desk located near the main entrance. There is a security desk located near the main entrance. പ്രധാന കവാടത്തിന് സമീപം ഒരു സെക്യൂരിറ്റി ഡെസ്ക് ഉണ്ട്. പ്രധാന കവാടത്തിന് സമീപം ഒരു സെക്യൂരിറ്റി ഡെസ്ക് ഉണ്ട്. There is a security desk located near the main entrance. ഇപ്പോൾ ട്രെയിനിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അതെങ്ങനെ ചോദിക്കാം? ട്രെയിനിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യണം? അതെങ്ങനെ ചോദിക്കാം? What should I do if I lost something on train? What should I do if I lost something on train? ട്രെയിനിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ഞാൻ എന്തു ചെയ്യണം? What should I do if I lost something on train? അതിന്റെ ഉത്തരം എന്താണ്? You can report it to the office. You can report it to the office which is located next to the ticket counter. Which is located next to the ticket counter. നിങ്ങൾക്കത് ഓഫീസിൽ അറിയിക്കാം. ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഓഫീസ് ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അറിയിക്കാം. You can report it to the office which is located next to the ticket counter. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്ക്. അതായത് ഈ സ്റ്റേഷന്റെ പ്രവർത്തന സമയം എത്രയാണെന്ന്. അതെങ്ങനെ ചോദിക്കുക? വാട്ട് ആർ ദ ഓപ്പറേറ്റിംഗ് ഹവേഴ്സ് ഓഫ് ദി സ്റ്റേഷൻ? വാട്ട് ആർ ദി ഓപ്പറേറ്റിംഗ് ഹവേഴ്സ് ഓഫ് ദി സ്റ്റേഷൻ? സ്റ്റേഷന്റെ പ്രവർത്തന സമയം എത്രയാണ്? ആൻസർ എന്താണ്? ദ സ്റ്റേഷൻ ഓപ്പറേറ്റ് 24 hours a day. The station operate 24 hours a day. സ്റ്റേഷൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.